ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങളുമായി ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ട്രൂ ഫീലിങ്സ്? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ജസ്റ്റിസ് ആണ് അവരുടെ കറണ്ട് എനർജി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. 5-6 കാർഡ്സ് അവരുടെ കറണ്ട് എനർജിയിൽ എടുക്കും. അത് കഴിഞ്ഞ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചുകൊണ്ട് കാർഡ്സ് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അവരുടെ മെസ്സേജ് നോക്കും. ഒറക്കിൾ കാർഡ്സ് 3-4 എടുക്കും. അതുപോലെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു നിങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് കാർഡ്സ് എടുക്കും. പിന്നീട് നമ്മൾ ഗൈഡൻസ് മെസ്സേജ് നോക്കും, ക്ലൂസ് എടുക്കും. അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം. ത്രീ ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഫൈവ് ഓഫ് സോൾസ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് വാൻഡ്സ്, ഹെർമിറ്റ്, ടെമ്പറൻസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ് നമ്മൾ എടുത്തത്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നോക്കാൻ പോകുന്നത്. സെവൻ ഓഫ് കപ്സ് ആണ് വീണിരിക്കുന്നത്. സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്, ദ മൂൺ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ്റെ കാർഡാണ്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തന്നെയാണ്. കാരണം അവരിപ്പോൾ സൈലന്റ് മൂഡിലാണ്, ഒന്ന് വെയിറ്റിങ്ങിലുമാണ്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ആവേശത്തോടു കൂടി ഒരു വെയിറ്റിങ്ങും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്ന എന്തിനാ ഇനി വന്നുകൂടെ എന്ന്. അപ്പോൾ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ആക്കി അവരൊന്ന് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒക്കെ വരാൻ പറ്റൂ. അല്ല പെട്ടെന്നൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. കുറച്ച് നെഗറ്റീവ് എനർജിയിലാണ് അവരിപ്പോഴെന്ന് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി. ഒരു കാക്ക ഇവിടെ തോളിൽ വന്നിരുന്നിട്ട് ശല്യം ചെയ്യുവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഇവിടെ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അവർ കുറച്ച് മാനസിക സംഘർഷത്തിലാണെന്നാണ് കാണുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹമില്ലായ്മയല്ല, കുറച്ച് മാനസിക സംഘർഷത്തിലാണ്. നിങ്ങളോട് ഇപ്പോൾ അകൽച്ചയിൽ തന്നെയാണ് അവരെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർ ഇത്രമാത്രം മൈൻഡ് നെഗറ്റീവായിട്ട് പോകുന്നത്. അതുമല്ല എങ്കിൽ നെഗറ്റീവ് എനർജിയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നെഗറ്റീവ് എനർജിയിലാണ് അവരിപ്പോൾ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ഇപ്പോൾ എന്നാണ് കാണുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അവരിവിടെ സ്വയം വരുത്തി വെച്ചത് തന്നെയാണെന്ന് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഒരു കാക്ക ഇവിടെ തോളിൽ വന്നിരിക്കാനുള്ള അവസരം കൊടുത്തില്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പോട്ട് തന്നെയാണ്, അവരുടേതായ കുറ്റം കൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് നിമിത്തം അവർ വല്ലാതെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമാണ് അവർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക പ്രശ്നം നിമിത്തമാണെന്നാണ് കൂടുതലും നമ്മളിവിടെ കാണുന്നത്. കാരണം പെൻഡക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം നിമിത്തമാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഇവരോട് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം, ഇവരാരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? എന്തെങ്കിലും തൽക്കാലത്തെ ഒരു അത്യാവശ്യത്തിന് ചിലപ്പോൾ വാങ്ങിച്ചത് അവർ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവാം. ആരെങ്കിലും സാമ്പത്തികം അല്ലെങ്കിൽ ചോദിച്ചു, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, പിന്നെ നിരന്തരം മെസ്സേജ് ഇട്ടു വിളിച്ചു അങ്ങനെ സംസാരിക്കുന്ന എനർജി, അതുമല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ ഉള്ളത് എന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്കിടയിലുള്ളത് എന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ അവർ മറ്റാർക്കെങ്കിലും അവർക്ക് സെലക്ഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്, ചോയ്സസ് ഉണ്ട് ഇവിടെ എന്ന് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇത് വീട്ടുകാരാവാം, വീട്ടുകാർ നിങ്ങൾക്കിടയിൽ ഇടപെട്ടിട്ടുണ്ടാവാം. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ബാധകമാണ്. ഇനി ലവേഴ്സിനിടയിലായാലും കപ്പിൾസിനിടയിലായാലും എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾക്ക്, സുഹൃത്തുക്കളുടെ ഇടയിൽ, കൂട്ടുകാർക്കിടയിൽ ആവാം. അപ്പോൾ പരസ്പരം സ്നേഹിക്കുന്ന ഏത് വ്യക്തികൾക്കിടയിലുമുള്ള പ്രശ്നമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്ര മാത്രം സ്നേഹിച്ചാലും അവിടെ ഒരു പിണക്കം ഇല്ലാതെ ഇരിക്കില്ല. കൂടുതൽ സ്നേഹമുള്ളിടത്ത് പിണക്കം ഉണ്ടാവും. പിണക്കവും ഇണക്കവും ഒക്കെ ചേർന്നാണ് ജീവിതം എന്ന് പറയുന്നത്. പിണക്കം ഉണ്ടാവും, വീണ്ടും ഇണങ്ങും. ചിലരൊക്കെ വീണ്ടും ഇണങ്ങും, ചിലരാണെങ്കിൽ വിട്ടങ്ങ് പോകും. ഇവിടെ അങ്ങനെ അത്രമാത്രം ദൂരത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈലന്റ് മൂഡ് മാത്രമാണ്. ഇവിടെ ഒരു സൈലന്റ് മൂഡിലാണ് അവർ. മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് ഒന്നൊഴിയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കളിച്ചിരികളിൽ നിന്ന് അവർക്ക് ചില തമാശകളിൽ ഉൾപ്പെടാൻ പറ്റുന്നില്ല നിങ്ങളെ ഓർത്തിട്ട്. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ആ ഒരു അടുപ്പം ഓർത്തിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഇവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ദൂരെ മാറിയിരുന്ന് അവരൊറ്റയ്ക്ക് അവരുടേതായ ആ വിഷമങ്ങൾ അനുഭവിക്കുന്നു. അല്ല എങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിങ്കിങ്ങിലാണ് എന്നാണ് കാണുന്നത്. ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് പല കാര്യങ്ങളും ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല, മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ എപ്പോഴും നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് വേർപാടിലായിട്ട് തന്നെയാണ്, സൈലന്റ് മൂഡിലാണ് കാണുന്നത്. ഇവിടെ ഒരു ജസ്റ്റിസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഇവിടെ നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു ജസ്റ്റിസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തന്നെയുമില്ല, അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കംപ്ലീഷൻ വരണമെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വാണ്ട് കൂടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായി? മറ്റുള്ളതെല്ലാം ഇവിടെ ചെറിയ ചെറിയ വാണ്ടുകളാണ്. ബാക്കി ഇവിടെ കണ്ടില്ല, അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വാണ്ടാണ്. ആ പ്രധാനപ്പെട്ട വാണ്ടെന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങളിലേക്കുള്ളൊരു ആവേശം തന്നെയാണ്. നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ്. ഇതിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായി? ഈ ഒരു വാണ്ടിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു എനർജിയാണ് അവരിവിടെ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൽ ഇനി വേണ്ടത്. മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു പ്രതീക്ഷ നൽകുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിവിടെ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ വന്നു ചേരാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ പ്രാർത്ഥനയിലാവാം, പ്രേ ചെയ്യുന്നുണ്ടാവാം, ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രേ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകണം. 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകണം എന്നവർ ഇവിടെ ആഗ്രഹിക്കുന്നു, നല്ലതുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഒരു ജസ്റ്റിസിന് വേണ്ടി അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നത്? അവരുടെ കയ്യിൽ വലിയ തെറ്റുകളൊന്നും ഇല്ല.
അവർക്ക് നിങ്ങളെ വേണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഉപേക്ഷിക്കണമെന്നൊരു ചിന്തയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം കാണിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു നിൽക്കണമെന്നുള്ള ചിന്തയില്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ജസ്റ്റിസിന് വേണ്ടി അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്സിന്റെ എനർജിയിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഇതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ വീട്ടുകാരാവാം, നിങ്ങളുടെ വീട്ടുകാരാവാം, ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സിന് ആണെങ്കിൽ അവരുടെ വീട്ടുകാർ ചിലപ്പോൾ ഈ ഒരു കണക്ഷന് സമ്മതിക്കുന്നുണ്ടാവില്ല. മനസ്സിലായി? ഇതിനിടയിലൊക്കെ കണക്ഷൻ ഉണ്ടല്ല എങ്കിൽ ഈ ഒരു കണക്ഷൻ അല്ലാതെ നേരത്തെ തന്നെ വേറെ ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. ഇനി അതുമല്ല, ഇതിനിടയിൽ തന്നെ വേറെ ആരെങ്കിലും സ്നേഹം പ്രമാണിച്ച് വന്നു കൂടിയിട്ടുണ്ടാവാം, അവരോട് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം. എന്തായാലും ശരി, അവർക്ക് നിങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? അല്ല എങ്കിൽ കാരണം ഇവിടെ നിങ്ങളോട് തന്നെയാണ് സ്നേഹമുള്ളത്. വേറെ ചില വ്യക്തികളോട് സ്നേഹം ഉണ്ടായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ചില മെസ്സേജുകളോ വല്ലതും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം, വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ആരെങ്കിലുമായിട്ടുണ്ടാവാം. കണ്ടില്ലേ? 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇവിടെയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി ഇതൊക്കെയാണ്. ഇനി നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്ന എന്താണ്, നിങ്ങൾക്കും വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടാവാമല്ലോ, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആരുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊക്കെ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ എന്നോട് ലവ് പ്രപ്പോസ് ചെയ്തിരുന്നു, ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അവരുടെ മനസ്സിൽ അത് കിടന്നിട്ട് ഒരു വൈരാഗ്യം പോലെയൊക്കെ ആയിട്ട് അവർ ഇപ്പോൾ അത് ചിന്തിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് നിങ്ങളെ പറ്റി അവരിത് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്, അവർക്ക് പേടി അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി വേറെ പോകുമോ എന്നുള്ള ഒരു പേടി അവരിവിടെ അനുഭവിക്കുന്നത്. ഇവിടെയും നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥ തന്നെയാണെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇനി എങ്ങനെ ഇവിടുന്ന് മുന്നോട്ട് വരും? പേടിയുണ്ട്. കാരണം നിങ്ങളുടെ വിവാഹം വേറെ ആരെങ്കിലുമായിട്ട് നടക്കുമോ, ഇനി നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇനി കൂടിച്ചേരുന്നത്, ആൾക്കാരൊക്കെ അറിയുകയും ചെയ്തു, അവരെന്തോ സൊസൈറ്റി ഫിയർ ഉണ്ടാകുന്നു, അവരെന്താണ് ഇനി ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ അവരിവിടെ ആലോചിച്ച് വിഷമിക്കുന്ന എനർജിയുണ്ട്. പേടിക്കുന്ന എനർജിയാണ് ഇവിടെ പേടിക്കുന്ന എനർജിയാണ്. ആകാംക്ഷയും ഉണ്ട്, പേടിയും ഫിയറും ഉണ്ട്, ആകാംക്ഷയും ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നും കൂടെ അവർ ആലോചിക്കുന്നു, അവരതോർത്ത് പേടിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിൽ എത്തിയത് എന്നാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോഴെന്താണ് പറ്റിയത്, ഇങ്ങനെയൊക്കെ പറ്റരുതായിരുന്നു, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവരെത്ര നല്ല, അവർക്ക് കണ്ടില്ലേ, അവരിവിടെ സ്ട്രെങ്ത്, നിങ്ങളെ ഇനി എത്രമാത്രം പ്രശ്നമുണ്ടെങ്കിലും ശരി നിങ്ങളോട് ഇനി അത് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ വശത്താക്കണം. നേരത്തെ തന്നെ നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ പുറകെ നടന്നു, അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പ്രേരണ തന്നുകൊണ്ട് ഒക്കെ ഒരുപാട് പ്രേരിപ്പിച്ചു, നിങ്ങളെ അവരിലേക്ക് വലിച്ചടിപ്പിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. ഇപ്പോഴും ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ പറ്റില്ല, അല്ലാതെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഇനിയും കുറച്ച് കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. മനസ്സിലായി? റീയൂണിയനിലേക്ക് പോകണമെങ്കിൽ ഇനിയും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, എന്തായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ്. ഇനി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ചിലർ വിചാരിക്കും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, അവരെ പൊയ്ക്കോട്ടെ, ഇനി വേണ്ട, ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് ചിലർ വിചാരിക്കും. പക്ഷെ ചിലർ വിചാരിക്കും എത്ര തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തി മതി. അവർ തിരിച്ചു വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കാം, സ്പെൽസ്, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാം. ഒത്തിരി പ്രേ ചെയ്യും,
മനസ്സിലായോ? പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ല. ഇതാണ് ഇവിടെ കാണുന്നത്. ഇനി ഹൈ പ്രീസ്റ്റസ് ആണ്. അവർക്കിടയിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അവരിപ്പോൾ എന്താണ് മാനസിക സംഘർഷം അനുഭവിക്കുന്നത്? അവർക്കിടയിൽ ഈ 7 ഓഫ് കപ്സിന്റെ എനർജി വന്നത് എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെ വന്നു? ഈ കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, അവർക്ക് ഒരു ചിന്തയുണ്ട്. മനസ്സിലായി, അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം നിങ്ങൾ ഇൻഡ്യൂട്ടീവാണ്, നിങ്ങൾ നല്ല ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പലപ്പോഴും അവരുടെ പല കള്ളങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം കള്ളം പറയുന്നതൊക്കെ മുൻപേ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് അവർ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞതും അല്ലെങ്കിൽ ഞാനിവിടെ അടക്കി വെച്ചിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കുമല്ലോ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ടാവും. അത്രമാത്രം കഴിവുള്ളവരാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ, നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ, ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തികളാണ് എന്നൊക്കെ നിങ്ങളെ പറ്റി അവർ നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇത് നല്ലൊരു കമ്മിറ്റ്മെന്റ് ആണ്. അത് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. മനസ്സിലായോ? നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിന്റെ കാർഡ്സ് എടുക്കാവേ. എങ്ങനെയാണ് അവർ നേരത്തെ മുൻപേ തന്നെ നിങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കാരണം ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ് അവർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങളെ സ്നേഹിച്ചു പോയിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ. അതാണ് ഇവിടെ കാണുന്നത്. കാരണം ചരിസ്മാറ്റിക് ആൻഡ് കോൺഫിഡന്റ് ലവ്. കാരണം അവർ വളരെയധികം കോൺഫിഡന്റ് ആയിരുന്നു. പലപ്പോഴും നിങ്ങളോട് പരസ്പരം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ അത് പറഞ്ഞിട്ടുണ്ടാവണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോവില്ല, ഇത് തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മുൻപായാലും നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്തു. നിരന്തരം നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചിരുന്നു. നിങ്ങൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? വൈസ് ലവ് ആണ്. വളരെയധികം സ്നേഹമുണ്ടായിരുന്നു നിങ്ങളോട്. അത്രമാത്രം ബുദ്ധിപൂർവമായിരുന്നു നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്നത്. അത്രയ്ക്കുമുള്ള ഒരു ഹൈ എനർജിയിലായിരുന്നു എന്ന്. രണ്ടും കിങ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, പരസ്പരം ഭയങ്കര സ്നേഹത്തില്, ഭയങ്കരമായ ഒരു അടുപ്പത്തിൽ, ഒരാളിനെ അനുസരിച്ചിരുന്ന ഒരു സ്നേഹമായിരുന്നു. ഇവിടെ പരസ്പരം ഊട്ടുകയും തീറ്റുകയും ഒക്കെ ചെയ്തിരുന്ന എനർജി ആയിരുന്നു നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്രമാത്രം അടുത്ത സ്നേഹമായിരുന്നു. കടുത്ത സ്നേഹം എന്നൊക്കെ പറയുന്നത് പോലെയാണ് നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു. പക്ഷെ അകന്നതിന് ശേഷം കുറച്ച് പ്രശ്നമാണ് എന്ന് കാണുന്നുണ്ട്. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ബാലൻസ് ചെയ്യുന്ന, മുൻപേ തന്നെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴൊക്കെ അതവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. നേരത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരുപാട് അകൽച്ചയില്ലാതെ എത്രയും പെട്ടെന്ന് അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലേ? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബാലൻസിങ് ആണ്. തീരുമാനം എടുക്കാനും അതിനെ ബാലൻസ് ചെയ്ത് പോകാനും അവർ ശ്രമിച്ചിരുന്നു. അത്രമാത്രം നല്ല അടുപ്പത്തിലായിരുന്നു നിങ്ങൾ മുൻപേ കഴിഞ്ഞിരുന്നത്. നിങ്ങൾ മുൻപേ എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ്.
എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഡിവോഷണൽ ആൻഡ് മെച്ചുവർ ലവ് ആണ്. ഇവിടെ ക്യൂവിൻ്റെയും കിങ്ങിൻ്റെയും എനർജിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മെച്ചുവേർഡ് ലവ് ആണ്, അല്ല അത് കുട്ടിത്തരമല്ല, കുട്ടികളുടേതായ ഒരു ലവ് അല്ലിത്, ഒരു ബോധവും പൊക്കണോ ഒന്നും ഇല്ലാത്ത ഒരു ലവ് അല്ല, തീർത്തും മെച്ചുവേർഡ് ആയിട്ടുള്ള ലവ് ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പരസ്പരം അത് പറയാനും, ഡിസിഷൻ എടുക്കാനും, ബാലൻസ് ചെയ്ത് പോകാനും ഒക്കെ തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. പിന്നെ ഇപ്പോഴാണ് പ്രശ്നമുണ്ടായത്. പിന്നെ അതിനിടയിൽ ഒരു പ്രശ്നമുണ്ടായി, അപ്പോൾ കുറച്ച് ബന്ധത്തിന് വിള്ളൽ വീണിരിക്കുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വന്നത്. നമുക്ക് ഉറക്ക കാർഡ്സ് നോക്കാവേ. ഹാർമണിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? 10 ആണ് നമ്പർ. ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണം. ഇനിയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഇനിയും നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോകണം. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആത്മമിത്രത്തെ പോലെ അത് തന്നെയുമല്ല, വളരെയധികം സ്നേഹത്തിൽ കുറച്ചൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വളരെയധികം സ്നേഹത്തിലിരിക്കുന്നവർ കുറച്ചൊന്ന് അകന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. കുറച്ച് അകന്നിരിക്കണം, സ്നേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് അകന്നിരിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നിങ്ങളെപ്പറ്റി കുറെ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. വീണ്ടും ഐക്യത്തിലൂടെ തന്നെ ഒന്നു ചേർന്ന് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്, നല്ല ദൈവിക സ്നേഹമാണ് ഇവിടെ. പോസിബിലിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ അവർ തിരക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരാനും മുന്നോട്ട് പോകാനുമുള്ള സാധ്യതകൾ അവർ തിരക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ സാധ്യതകൾ തിരക്കുന്നുണ്ടാവും. ഇനി എങ്ങനെയാണ് നിങ്ങളും വിചാരിക്കുന്നുണ്ടാകും, അവരും വിചാരിക്കുന്നുണ്ടാകും. തന്നെയല്ല, അവരിത് കൂടുതലായിട്ട് സാധ്യതകൾ തിരയുന്നു. എങ്ങനെ ഇനി നിങ്ങളിലേക്ക് വരണം, നിങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് തിരക്കുന്നു, ഇനി ഇണങ്ങി പോകാനുള്ള മാർഗം എന്താണ് എന്നൊക്കെ നിങ്ങൾ രണ്ടു കൂട്ടരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ക്രിയേറ്റിവിറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ ഒരു സ്നേഹമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. കിങ് ആൻഡ് ക്യൂനിന്റെ എനർജി അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവികമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്ന് പിണങ്ങി ഒന്ന് പിരിഞ്ഞു പോകാനുള്ള സ്നേഹമൊന്നുമല്ല, അത് ശാശ്വതമായ ഒരു സ്നേഹമാണെന്നാണ് കാണുന്നത്. കോംപ്രമൈസ് പരസ്പരം പാർട്ട്ണർഷിപ്പ് ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ, ഇതൊന്നും മുൻപും നമുക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു കാർഡ് നമുക്ക് മുൻപും വന്നിട്ടുണ്ട്. കാരണം ഇവിടെ റീയൂണിയൻ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്തു പോകാൻ അവർ ആഗ്രഹിക്കും. മനസ്സിലായോ? പരസ്പരം കെയർ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു പാർട്ട്ണറെയാണ് അവർക്ക് ആവശ്യം. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ ആണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി. അതുകൊണ്ട് തന്നെ അവരിവിടെ നിങ്ങളിൽ നിന്നും വേർപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ വേർപിരിയാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റയാവാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും കൂടി ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജിയും ഇവിടെ എന്താണ്, ദൈവികമായ എനർജി തന്നെയാണ്. വീണ്ടും കൂടി ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇവരൊരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 10 ആണ് നമ്പർ. 1ന്റെ എനർജി വീണ്ടും ഒരു തുടക്കത്തിലേക്ക്. ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ്, വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്നാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഇതൊക്കെയാണ്. നമുക്കൊരു മെസ്സേജ് ഒന്ന് നോക്കാവേ. അവർക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. ഓവർവെൽമഡ് ആണ്, വിങ്ങിപ്പൊട്ടുവാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ്. ഈ ഒരു സ്ട്രെസ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, ഇത് എന്നെ തളർത്തിക്കളയുന്നുണ്ട്. ഇത്രയും ദിവസം അകന്നിരിക്കുന്നതുണ്ടല്ലോ, വല്ലാത്തൊരു സ്ട്രെസ് അനുഭവിക്കുകയാണ്. അപ്പൊ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വിങ്ങി പൊട്ടുന്നുണ്ട് അവർ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോൾ കോൺട്രാക്ട്, നമ്മൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കത് നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മറന്നിരിക്കാനേ പറ്റില്ല. നമ്മൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എനിക്ക് മറന്നിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ അത്തരത്തിലുള്ളതാണ്.
സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ മിക്കവാറും നമ്മൾ കാണുന്നത്. എടുക്കാം. നെഗ്ലക്റ്റഡ് ആണ്. ഐ ഫെയിൽഡ് ടു ഗീവ് യു വാട്ട് യു നീഡ്. ഞാൻ ഇതിവിടെ ഒരു കുറ്റബോധം വരികയാണ് മനസ്സിൽ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഫെയിലായിട്ടുണ്ടായിരിക്കാം. അത് അക്കാര്യത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ പരാജിതനായിട്ടുണ്ടാവാം. പക്ഷെ ഇനിയും മനസ്സിലായി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വന്നിട്ടില്ല. അങ്ങനെ എനിക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മതിയല്ല അല്ലേ? കൺഫ്യൂഷനാണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഞാൻ ഇപ്പോഴും വിചാരിക്കും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെ കഴിഞ്ഞവരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നമ്മൾ രണ്ടുപേരും, അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴൊക്കെ അതൊക്കെ പല അഭിപ്രായങ്ങളും പറയാമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. ലെറ്റ് ദെയർ ബി ക്ലോസ്നെസ് ബിറ്റ്വീൻ യു ബട്ട് ആൾവേസ് ഗിവ് ഈച്ച് അതർ സ്പേസ്. ലവ് നെവർ ക്ലെയിംസ്, ഇറ്റ് സിംപ്ലി അലൗസ് ആൻഡ് ഗീവ്സ്. ലെറ്റ് ദെയർ ബി ക്ലോസ്നെസ് ബിറ്റ്വീൻ യു. നിങ്ങൾ വളരെയധികം അടുത്ത് കഴിയേണ്ടവരാണ്, വളരെയധികം അടുത്ത് തന്നെ നിങ്ങൾ സ്നേഹിച്ച് തന്നെ കഴിയേണ്ടവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചോ, നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ്, ഒരുപാട് ഒബ്സസ്ഡ് ലവ് ആണ്. മനസ്സിലാവും, ഒരാളിനെ അനുസരിച്ച് പോകുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ എങ്ങനെയായാലും എന്തായാലും ശരി, ഇവിടെ എന്താണ് വേണ്ടത്? പരസ്പരം ഒരു സ്പേസ് കൊടുക്കുക. അല്ലാതെ ഒരാളിനെ കൂട്ടിലടച്ച കിളിയെ പോലെ, അല്ലെങ്കിൽ ഇവിടെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുക, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും പാടില്ല. മറ്റാരോടും മിണ്ടരുത്, മറ്റാരെയും കാണരുത്, കേൾക്കരുത്, അങ്ങനെയുള്ള സ്നേഹം പാടില്ല. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒരു സ്പേസ് കൊടുക്കുക. അവർക്കൊന്ന് ശ്വാസം വിടാനുള്ള സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കൂടെ ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണ്ടേ, അവർക്ക് ഏതെങ്കിലും കാര്യങ്ങളൊന്ന് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ്, അങ്ങനെ പരസ്പരം സ്പേസ് കൊടുക്കണം. മനസ്സിലായി? നല്ലതുപോലെ തുറന്ന് നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷെ പരസ്പരം ഒരു സ്പേസ് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ലവ് നെവർ ക്ലെയിംസ്. സ്നേഹം ഒന്നും അവകാശപ്പെടുന്നില്ല, അത് ഇറ്റ് സിംപ്ലി അലൗസ് ആൻഡ് ഗീവ്സ്. ഇത് കൊടുക്കാനും വാങ്ങിക്കാനുമുള്ളതാണ്, ഇത് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് നേടാനുമുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഡിവൈൻ ഗൈഡൻസ് ആണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിനി ക്ലൂസ് വേണമെങ്കിൽ ക്ലൂസ് എടുക്കാവേ. ക്ലൂസ് നോക്കിയിരിക്കുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് ക്ലൂസ് എടുക്കുന്നത് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. കോഴിക്കോടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി വന്നിട്ടുണ്ട്. അക്വേറിയസ് കുംഭമാസം, അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. പൈസസ് മീനമാസം, പൂരുരുട്ടാതി, മുക്കാൽ, ഉത്തിരിട്ടാതി, രേവതി. തിരുവനന്തപുരം. സ്കോർപിയോ വൃശ്ചികമാസം, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ലെറ്റർ എ, ലെറ്റർ ബി. പാലക്കാട്. ലിയോ ചിങ്ങമാസം, മകം, പൂരം, ഉത്രം, കാൽ. ആലപ്പുഴ. ലെറ്റർ ടി, ലെറ്റർ യു. ലെറ്റർ ഒ, ലെറ്റർ പി. മലപ്പുറം. ലെറ്റർ ജി, ലെറ്റർ എച്ച്. ലെറ്റർ സി, ലെറ്റർ ഡി. ലെറ്റർ ഇ, ലെറ്റർ എഫ്. ഏരീസ് മേടമാസം, അശ്വതി, ഭരണി, കാർത്തിക, കാൽ. മെയ് മന്ത്. സെപ്റ്റംബർ മന്ത്.
ക്യാൻസർ, കർക്കിടക മാസം, പുണർത്തം കാൽ, പൂയം, ആയില്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. റീഡിങ് എത്ര പേർക്ക് റെസണേറ്റ് ആയി, ക്ലൂസ് എത്ര പേർക്ക് റെസണേറ്റ് ആയി നമുക്കറിയത്തില്ല. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് കാർഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പം വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആയി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ.